Hi friends, welcome back to my channel 1 Million Sheets. This is a freehand drawing tutorial. I have a community tab. Comment വന്നത് ടോവിനെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മിന്നൽ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ കൂടുതലും ടോവിനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോവിനോട് പിക്കാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫ്രീ ഹാൻഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ അത് റെഡി ആവുള്ളൂ. നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ മറ്റേ ഗ്രിഡ് മെത്തേഡൊക്കെ ചെയ്യണ പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ആരും പ്രതീക്ഷിക്കരുത്. ഫ്രീ ഹാൻഡ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് സക്സസ് ആവുന്നൊന്നും ഉറപ്പില്ല. നമ്മൾ 2-3 വട്ടമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രീ ഹാൻഡ് കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ഇക്കാണ് വരയ്ക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കണ്ണിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ 2 കണ്ണ് ഒരു ലൈനിലാണ്, സ്ട്രെയിറ്റ് ലൈനാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ വരയ്ക്കണ ആ പേപ്പറിൽ വരച്ചെടുക്കാം. പിന്നെ നമുക്ക് ബാക്കി എല്ലാതും ആ ലൈൻ ബേസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം എളുപ്പത്തിന്. അപ്പോൾ അതിന് നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് പിന്നെ ഇനി നമുക്കതിൽ ആ സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ കണ്ണ് വരച്ചെടുക്കാൻ പോണേ. കണ്ണ് നമ്മൾ കണ്ണിൻ്റെ അളവ് പെൻസിൽ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് ഒരു പോയിൻ്റ് ഇട്ടിട്ട് പിന്നെ അവിടെ നിന്ന് മറ്റേ പോയിൻറ്റിക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ അതിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ട് 2 പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഐസ് ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ കണ്ണ് ആ ലൈൻ ബേസ് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് നമ്മൾ എടുക്കണ വരച്ച പ്രിൻ്റ് എടുത്ത പിക്കില്ലേ അതിനകത്ത് ഒരു ലൈൻ വേണമെങ്കിൽ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ആ ലൈനിന്മേൽ കൂടെ എങ്ങനെയാണ് ആ കണ്ണ് വരണതെന്ന് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കൃഷ്ണമണിയൊക്കെ കറക്റ്റായിട്ട് തന്നെ ആ പൊസിഷനിൽ തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ആ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് എത്ര പോർഷൻ ഉയർന്ന് നിൽക്കണ്ടോ അതുപോലെ തന്നെ അങ്ങനെ വരയ്ക്കുക. അതുപോലെ കണ്ണിന് താഴെ ഇത്തിരി ഫ്ലാറ്റ് ആയിട്ടാണ്, അപ്പോൾ അതുപോലെ തന്നെ വരയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് 2 കണ്ണും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിൽ അതൊന്ന് മെഷർ ചെയ്യാം. എന്നിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് പിന്നെ ബാക്കി നെക്സ്റ്റ് കണ്ണും വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മെഷർ ചെയ്യാണ്ട് തന്നെ വരയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ വരയ്ക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആ കണ്ണിൻ്റെ വലുപ്പം കൂടി മെഷർ ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ 2 പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണം എവിടെയാണ് എൻഡ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം അത് 2 കൂടി കൂട്ടി യോജിപ്പിച്ച് ഒരു കണ്ണാക്കി ഇങ്ങനെ ഫോം ചെയ്തെടുക്കാം. അപ്പോൾ കണ്ണിൻ്റെ ഷേപ്പ് നോക്കി തന്നെ വരച്ചെടുക്കാം. മുകളിൽ ഇത്തിരി ഇങ്ങനെ കേർവി ആയിട്ട് നിൽക്കുന്നുണ്ട്, പിന്നെ താഴെ ഇത്തിരി കൊണ്ട് ഫ്ലാറ്റാണ്. പിന്നെ കണ്ണിൻ്റെ ആ മുകളിലത്തെ ആ ചുളിവുകളൊക്കെ ഇല്ലേ അതൊക്കെ ആ ഡിസ്റ്റൻസൊക്കെ കറക്റ്റായിട്ട് തന്നെ വരയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ പിരികിനാണ് വരയ്ക്കാൻ പോണേ. അത് നമ്മൾ ആ കണ്ണിൽ നിന്ന് എത്രയാണോ ഡിസ്റ്റൻസ് കാണണേ അതുപോലെ ഓൾമോസ്റ്റ് അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം കയറിയിട്ടാണ് ആ പിരികൻ നിൽക്കണത്. അപ്പോൾ ആ കണ്ണ് ബേസ് ചെയ്തിട്ട് നമ്മൾ കണ്ണിൽ നിന്ന് എത്രയൊക്കെയാണോ ഡിസ്റ്റൻസ് നിൽക്കണേ അതിനനുസരിച്ച് വരച്ചെടുക്കാം. പിന്നെ അതിൻ്റെ നീട്ടും അതുപോലെ കണ്ണ് എവിടെയാണ് എൻഡ് ചെയ്യണത് അതിൻ്റെ ആ കറക്റ്റ് അവിടെ തന്നെയാണ് ആ പിരികിനും എൻഡ് ചെയ്യണേ. അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. അതുപോലെ 2 പോർഷനിലും 2 പിരിക് ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. അപ്പോൾ കണ്ണിൻ്റെ ഞാൻ ഇപ്പോൾ കണ്ണിൻ്റെ എവിടെ നിന്നാണോ അത് സ്റ്റാർട്ട് ചെയ്യണേ അത് വെച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിന് അതിൻ്റെ എൻഡ് ചെയ്യണ പോർഷനും ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ടു അതിന് ശേഷം പിന്നെ അതൊന്ന് കൂട്ടി വെച്ചിട്ട് സെറ്റാക്കിയാൽ മതി. നെക്സ്റ്റ് ഇനി മൂക്കിൻ്റെ മെഷർ ഇതുപോലെ തന്നെ ചെയ്യാം. പെൻസിൽ വെച്ച് മെഷർ ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വരച്ചു തുടങ്ങാം. പിന്നെ നമുക്ക് ഈ മൂക്ക് എൻഡ് ചെയ്യണം കണ്ട ഈ കണ്ണിൻ്റെ ഈ തുമ്പ് ഭാഗത്താണ് ആ മൂക്കിൻ്റെ സൈഡ് എത്ര ആ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. കണ്ണിൻ്റെ ആ തുമ്പിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് അവിടെ ആയിരിക്കും എൻഡ് ചെയ്യണേ. അത് കഴിഞ്ഞ് പിന്നെ ആ മൂക്കിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് അതുപോലെ തന്നെ മെഷർ ചെയ്ത് നമ്മൾ ചെയ്തെടുക്കാം. അപ്പം മൂക്കിൻ്റെ ആ 2 ഗ്യാപ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തു. പിന്നെ നമുക്ക് ആ മൂക്കിൻ്റെ ആ വിഡ്ത്ത് കിട്ടാനായിട്ട് നമ്മൾ ആ കണ്ണിൻ്റെ ആ എൻഡ് ചെയ്യണ പോർഷനില്ലേ ആ കണ്ണിൻ്റെ ഉൾഭാഗത്തേക്ക് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ വിഡ്ത്ത് അതിൻ്റെ നേരെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാം കണ്ണിൻ്റെ തെറ്റത്തു നിന്നായിരിക്കും ആ മൂക്കിൻ്റെ ആ വിഡ്ത്ത് അവസാനിക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അത് വരയ്ക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കണ്ണും മൂക്കൊക്കെ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോസൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ കണ്ണിൻ്റെ മൂക്കിൻ്റെ ഒക്കെ ഇതൊക്കെ ഇങ്ങനെ ഏകദേശം റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് 2-3 പിക്ക് വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് ആ മൂക്കും പിന്നെ ആ മീശയും തമ്മിലുള്ള ഇടയിലുള്ള ഗ്യാപ്പില്ലേ അത് മെഷർ ചെയ്യാം. പിന്നെ അതുപോലെ ലിപ്പിക്കെന്ന് വെച്ചാൽ കൃഷ്ണമണിയുടെ ആ ഒരു നടു പോർഷനിൽ നിന്നാണ് ആ ലിപ്പ് അവസാനിക്കുന്ന പോർഷൻ വരാം.
അതുപോലെ 2 പോർഷൻ അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ട പിക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ കാണാം ആ കൃഷ്ണമണിയുടെ അവിടെ നിന്നാണ് ആ ചുണ്ട് ലിപ്പിൻ്റെ ആ എൻഡിങ് ഉണ്ടാവുക. 2 പോർഷനും അതുപോലെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ മീശയ്ക്ക് മൂക്കും മീശയും തമ്മിലുള്ള ആ ഡിസ്റ്റൻസും പിന്നെ ആ മൂക്കിൽ നിന്ന് ആ ലിപ്പ് തുടങ്ങണ ഭാഗത്തേക്കുള്ള മെഷറും പിന്നെ ഇതുപോലെ ലിപ്പും പിന്നെ രണ്ടാമത്തെ ലിപ്പ് തുടങ്ങണ പോർഷനില്ലേ അവിടേക്കുള്ള ഒരു മെഷറും മാർക്ക് ചെയ്ത് വയ്ക്കുക. അങ്ങനെ അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് ഒരു പോയിന്റ് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് വരച്ച് ഇങ്ങനെ എടുത്താൽ മതി. നമ്മുടെ ആ റേഷ്യോസ് തെറ്റിപ്പോണ്ടിരിക്കാനാണ് ജസ്റ്റ് ആദ്യം മെഷർ ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണേ. അതിനുശേഷം നമ്മൾ ഇതുപോലെ വരച്ചെടുക്കാം. അതെങ്ങനെയാണ് നിൽക്കണേ അതിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാം. നമ്മൾ ഓൾറെഡി എൻഡിങ് പോയിൻറ്റും പിന്നെ എവിടെ വെച്ചാണ് നമുക്ക് നിർത്തേണ്ടതെന്നൊക്കെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ സിമ്പിളായിട്ട് ഇതുപോലെ ഷേപ്പ് മാത്രം നോക്കി വരച്ചെടുത്താൽ മതി. ലിപ്സിൻ്റെ പോർഷനൊന്നും ഞാൻ അത്ര ഡാർക്കായിട്ട് വരയ്ക്കില്ല. അതിൻ്റെ ലിപ്പിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് ആ പിക്കിൽ നോക്കാൻ പറയാം. തീരെ ഔട്ട്ലൈനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ജസ്റ്റ് ഷെയ്ഡ്സ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ അവിടെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് ഔട്ട്ലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ മീശ മാത്രം ഒന്ന് വരച്ച് മാർക്ക് ചെയ്തിട്ടാൽ മതി. നെക്സ്റ്റ് നമ്മൾ ആ മുഖത്തിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മെഷർ ചെയ്യാം. നമുക്കിത് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഈ നമ്മൾ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചില്ലേ ആ ലൈനിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ആദ്യം തന്നെ ഈ 2 ഭാഗത്തേക്കുള്ള വിഡ്ത്ത് ഇങ്ങനെ മെഷർ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം തന്നെ ആ കണ്ണിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആ പോർഷൻ മെഷർ ചെയ്തു. അതിനുശേഷം പിന്നെ മൊത്തത്തിലുള്ളത് മെഷർ ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ ഈ മുകളിലേക്കുള്ളതും ഇതുപോലെ ആ നടുവിൽ വരച്ച വരയിന്ന് മുകളിലേക്ക് എത്രയാണെന്നൊക്കെ നോക്കുക. അത് മെഷർ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം മുകളിൽ നിന്ന് താഴത്ത് വരെ എത്രയാണ് നോക്കുക. അപ്പോൾ പെൻസിലും പിന്നെ അതിൻ്റെ താഴത്തേക്ക് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കി പോർഷൻസ് ഇങ്ങനെ വരച്ച് ആ ഷേപ്പിനനുസരിച്ച് എടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ആ ഷേപ്പ് വരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ പിരികിനിൽ നിന്ന് എത്രയ്ക്കാണ് ആ നെറ്റി ആ മുകളിലേക്കുള്ളത് അങ്ങനെ നോക്കി റിലേറ്റ് ചെയ്ത് വരച്ച് കൊണ്ടുവരാം. നമുക്ക് നമ്മുടെ ഷേപ്പ് ഒന്ന് തെറ്റിപ്പോടെ വരയ്ക്കാം. പിന്നെ നെക്സ്റ്റ് ഇതുപോലെ ആ ഹെയറൊക്കെ വരയ്ക്കുമ്പോഴായാലും കണ്ണിൽ നിന്ന് എത്രയാണ്, അതുപോലെ ആ മുടി തുടങ്ങണ ഭാഗത്തു നിന്ന് എത്രയാണ് മെഷർ അതൊക്കെ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ഇനി ചെവി ആയാലും അല്ലെങ്കിൽ കവിളിൻ്റെ പോർഷനൊക്കെ ആയാലും ആ ലിപ്പിൻ്റെ അവിടെ നിന്നാണ് ഞാൻ മെഷർ ചെയ്യണത്. ലിപ്പിൻ്റെ അവിടെ നിന്ന് കവിൾ എവിടെയാണ് അവസാനിക്കണത് നോക്കിയിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് പിന്നെ അത് ഇങ്ങനെ കൂട്ടിമുടിച്ച് കൊണ്ടുവരാം. നെക്സ്റ്റ് ചെവി ആയാലും നമ്മൾ സെൻറ്ററിൽ വരച്ചിട്ടുണ്ടായിരുന്ന വരില്ല ആ വരയിൽ നിന്ന് എത്രയാണ് താഴത്തേക്കുള്ളത് നോക്കുക. എന്നിട്ട് അത് ഒന്ന് വരച്ചെടുക്കാം. പിന്നെ എൻ്റെ ഉള്ളിൽ കുറച്ച് ഡീറ്റെയിലിംഗ് ഉണ്ട്. അത് ജസ്റ്റ് പിക്കിൽ നോക്കിയിട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. നെക്സ്റ്റ് ഇനി നമുക്ക് കവിളിൻ്റെ അവിടെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ താഴത്തേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടിമുട്ടിച്ച് കൊടുക്കാം. പിന്നെ താടി ചെറുതായിട്ടുള്ളൂ. നമ്മൾ ജസ്റ്റ് അങ്ങനെ ഡാർക്കായിട്ടൊന്നും കൊടുക്കണില്ല. ജസ്റ്റ് ഒന്ന് 2-3 ലൈൻസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡോട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസൊക്കെ മാറ്റാം. നമ്മൾ നേരത്തെ ഞാനിവിടെ കണ്ണിൻ്റെ അവിടെ നിന്ന് ആ ലിപ്പ് വരയ്ക്കാനായിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ മാച്ച് കളഞ്ഞത്. നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് അത് കഴിയുമ്പോൾ ജസ്റ്റ് മാച്ച് കളയാം. അതുപോലെ ജസ്റ്റ് ഇപ്പോൾ ഇനി ഞാൻ ആ താഴെയുടെ പോർഷൻ അവിടെയൊക്കെ ആ ലിപ്പിൻ്റെ അവിടെ തന്നെ മെഷർ ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ആ മുഖത്തിൻ്റെ ഷേപ്പ്. പിന്നെ ചെവിയുടെ പോർഷനും ആ സെൻറ്ററിലത്തെ ലൈനിൽ നിന്ന് എത്രയാണോ താഴത്തേക്ക് അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ വരയ്ക്കണേ. അതുപോലെ ബാക്കി ഇനി ഹെയർ ഉള്ളതും ജസ്റ്റ് അതിൽ നോക്കിയിട്ട് ആ ഷേപ്പ് അനുസരിച്ച് വരച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഫേസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് ആ കഴുത്തും പിന്നെ ആ മേലിൻ്റെ ഭാഗവും വരച്ചെടുക്കാം. കഴുത്ത് ആ താടിയുടെ അവിടെ നിന്ന് എവിടെ നിന്നാണോ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യണേ അത് നോക്കിയിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം ആ ഡ്രസ്സും കൂടിയും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഔട്ട്ലൈൻ. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യുമ്പോഴാണ് ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് കറക്റ്റായിട്ട് ആ ചായ വരുള്ളൂ. അപ്പോൾ ഇത്രയും വരെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. അപ്പോൾ
അപ്പോൾ ഇനി ഷെയ്ഡിങ് വേണമെങ്കിൽ നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളിത് ഈ മെത്തേഡൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. പിന്നെ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കാം. ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം, എന്നാലും റെഡി ആവുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് റെഡി ആവുകയാണെങ്കിൽ നിങ്ങൾ വരച്ച പിക്സൊക്കെ എനിക്ക് അയച്ചു തരാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.